അപ്പോൾ എന്താ എല്ലാവർക്കും സുഖമല്ലേ? ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാക്കി കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ പിന്നെ ഇടാം അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മളിട്ട വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്യാരറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് ബീൻസാണ്. അത് ഇപ്പുറത്ത് അതിപ്പോൾ 2 സീഡ്സ് ഇട്ടതിൽ അതിലെനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഒരെണ്ണം ക്യാരറ്റും പിന്നെ ഒരെണ്ണം വേറെ ഏതോ ഒരു സീഡായിരുന്നു. അപ്പോൾ അതിലെന്താണെന്നുള്ളത് ഞാൻ പേര് മറന്നുപോയി. പിന്നെ അത് ചീനിയുടെ തൈയാണ്. പിന്നെ തക്കാളിയുടെ തൈയുണ്ട്. പിന്നെ സ്പിനാച്ച് ഉണ്ട്. അപ്പോൾ എല്ലാം അത്യാവശ്യം ഇച്ചിരി പൊക്കമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം അവിടെ കണ്ടത് മല്ലിത്തൈയായിരുന്നു, മല്ലിയുടെ വിത്തിട്ടതായിരുന്നു. അപ്പം നോക്കാം, അവിടെ പുല്ല് ഇച്ചിരി വളർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഈ മെഷീൻ വെച്ചിട്ട് പുല്ല് കട്ട് ചെയ്യുന്ന സമയത്ത് സൈഡ് തീർത്തെടുക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ നട്ടിട്ടുള്ളതുകൊണ്ടേ. അപ്പോൾ നമ്മളത് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ സൈഡിൽ ഇച്ചിരി പൊക്കം കൂടുതലും ബാക്കി ഇച്ചിരി പൊക്കം കുറഞ്ഞിട്ടും ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അത് വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ. പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് ഫെൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ടെമൂന്ന് മേടിച്ചാട്ടോ. ചുമ്മാ ഒന്ന് കണ്ടപ്പോൾ ജാസ്റ്റിന് അത് ഓർഡർ ചെയ്തതാണ്, നല്ലതാണോ നോക്കാമെന്ന് ഓർത്തിട്ട്. അപ്പം വന്നപ്പം വലിയ കുഴപ്പമില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ കൂട്ട് ചെറിയൊരു ഫെൻസ് കേട്ടോ. അപ്പം അത് വന്നത് നമ്മളവിടെ സ്പിനാച്ചിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ബാക്കി ഇനി കുറച്ചും കൂടെ ഓർഡർ ചെയ്യണം. അപ്പം നമുക്ക് നല്ല ഫെൻസ്, ക്വാളിറ്റിയുള്ള നല്ല ഫെൻസ് കിട്ടും കേട്ടോ. അപ്പം നമ്മളിത് ചുമ്മാ ഈ തെമൂല് കണ്ടപ്പോൾ ഓർഡർ കൊടുത്തു. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ.